സൈനിക സ്വപ്നങ്ങൾക്ക് കരുത്തേകി കൂടുതൽ വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിച്ച് ചെർപ്പളശ്ശേരിയിലെ പിനാക്കിൾ അക്കാദമി. ഇത്തവണ 11 പേരാണ് പിനാക്കിൾ അക്കാദമിയിലൂടെ ഇന്ത്യൻ ആർമിയിൽ ജോലി നേടിയത്. വിജയികൾക്കായി സംഘടിപ്പിച്ച വിക്ടറി ഡേ സെലിബ്രേഷൻ വർണ്ണാഭമായി. ഇത്തവണ പരീക്ഷ എഴുതിയ 13 വിദ്യാർത്ഥികളിൽ 11 പേരെയും വിജയത്തിലേക്ക് എത്തിച്ചാണ് ചെർപ്പളശ്ശേരിയിലെ പിനാക്കിൾ അക്കാദമി പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് സെന്റർ വിജയഗാഥ തുടരുന്നത്. കാൽനൂറ്റാണ്ടിന്റെ വിജയകരമായ പ്രവർത്തന മികവോടെ ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി, കേരള പോലീസ്, റെയിൽവേ തുടങ്ങി വിവിധ യൂണിഫോം ജോബുകളിലേക്കാണ് പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് നൽകി വരുന്നത്. സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യൻ ആർമിയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 11 വിദ്യാർത്ഥികൾക്കാണ് ഞായറാഴ്ച നടന്ന വിക്ടറി ഡേ സെലിബ്രേഷൻ പരിപാടിയിൽ ആദരം നൽകിയത്. സ്ഥാപനത്തിൽ നിന്നും ട്രെയിനിംഗ് പൂർത്തീകരിച്ച പ്രതീഷ് പി ഇന്ത്യൻ ആർമിയിൽ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും, സഞ്ജയ് ജെ പാരാ കമാൻഡോ വിഭാഗത്തിലേക്കും, ശ്രീനാഥ് പി, അനന്തു കൃഷ്ണ, സൂരജ് MM, മുഹമ്മദ് ഹാഷിം CK, സൽമാൻ ഫാരിസ് P, ജിഷ്ണു പ്രസാദ് എന്നിവർ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്കും, അഭിജിത്ത് K, PL വിജയകൃഷ്ണ എന്നിവർ ക്ലർക്ക് വിഭാഗത്തിലേക്കുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു. സഹായിച്ചു പറഞ്ഞാൽ എക്സാമിൻ്റെതായിട്ട് ക്ലാസ്സിനായിട്ടും ഫിസിക്കലിനായിട്ടും നെജിക്കും ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എപ്പോഴും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാലും ടീച്ചേഴ്സൊക്കെ പറഞ്ഞുതരും. അതേപോലെ നെജിക്ക ഫിസിക്കലിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കാരണം ഇപ്പം എല്ലാതും കഴിഞ്ഞു. പിന്നെന്താ അഭിമാനം, വീട്ടുകാരുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിലൊക്കെ എങ്ങനെ നിൽക്കുമ്പോൾ നല്ല അഭിമാനമുണ്ട്. ഞാൻ 3 വർഷത്തോളമായിട്ട് ഇവിടെ പഠിക്കാണ്. പിന്നെ കളക്ടറിനാണ് ഞാൻ ഇവിടെ കാരണം. ഇവിടെയുള്ള സപ്പോർട്ടിങ്ങും പിന്നെ എല്ലാവരും ഇത് തന്നെയാണ് ഇവിടെ കാരണം. ഫിസിക്കലായാലും ക്ലാസ് ആയാലും എല്ലാത്തിനും വളരെ സപ്പോർട്ടിങ് നമ്മളെ. എന്തായാലും എല്ലാവരും നോക്കി കിട്ടാകുന്നില്ല, കിട്ടും. താങ്ക് യു. ഞാൻ മുളയങ്കാവ് വണ്ണുന്നറ മുളയങ്കാവ് എന്നാണ് വരുന്നത്. ഇന്നൊരു ചൈൽഡ്ഹുഡ് ഡ്രീമാണെന്ന് തന്നെ പറയാം. കുറേ 2 കൊല്ലത്തോളം ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. ഞാനിങ്ങനെ കുറേ ഇതിങ്ങനെ നോക്കിയിരുന്നു, അക്കാഡമീസിലൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ ഇവിടെ ചെർപ്പശ്ശേരി അങ്ങനെ ഇത് പറഞ്ഞു. അപ്പോൾ പിന്നെ വരാനൊക്കെ എളുപ്പമായി. അപ്പോൾ ഇവിടെ വന്നതിന് നല്ല ടീച്ചേഴ്സും നമ്മുടെ ഫിസിക്കൽ ട്രെയിനറായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ 2 വർഷത്തോളം ഇതിൽ ചെയ്യുന്നു. നമുക്ക് കുറേ എക്സാമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇത് നിർത്തണം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ അത് നിർത്താണ്ട് DPയിൽ പോയാലും നമുക്ക് എന്തായാലും വിജയം കൈവരിക്കാൻ പറ്റുക. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ P. അബ്ദുൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണററി ക്യാപ്റ്റൻ രാജു SP, സുബേദാർ പ്രേംകുമാർ, പോസ്റ്റ് മാസ്റ്റർ ഗോപാലൻ, കരാട്ടെ ട്രെയിനർ ഗോപി പ്രസാദ്, സാമൂഹ്യ പ്രവർത്തകൻ പ്രകാശ്, സ്ഥാപനത്തിലൂടെ മുമ്പ് ജോലി ലഭിച്ച വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളായ ബിന്ദു, രാധിക, സുരേഷ് കുമാർ, ചന്ദ്രകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. SSLC, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കൃത്യമായ മെന്ററിങ്ങിലൂടെയും ട്രെയിനിങ്ങിലൂടെയും വിവിധ സേനകളിലേക്ക് എത്തിപ്പെടാനുള്ള സുവർണാവസരമാണ് പിനാക്കിൾ അക്കാദമി ഒരുക്കുന്നത്. ഇതിനോടകം 600-ൽ-അധികം സൈനികരെ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ പിനാക്കിൾ അക്കാദമി പ്രീ റിക്രൂട്ട്മെന്റ് സെന്ററിന് സാധിച്ചിട്ടുണ്ട്. കൃത്യമായ ക്ലാസുകളിലൂടെയും ഫിസിക്കൽ ട്രെയിനിങ്ങിലൂടെയും മികച്ച പരിശീലനമാണ് പിനാക്കിൾ അക്കാദമി നൽകി വരുന്നത്.
യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ട്രെയിനിംഗ് നൽകി ഇന്ത്യൻ സേനകളിലേക്ക് എത്തിക്കുക എന്നതാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമെന്നും പിനാക്കിൾ അക്കാദമി മാനേജിംഗ് ഡയറക്ടറും ഡിഫൻസ് കരിയർ കൗൺസിലറുമായ സിനി ടി, ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ റിട്ടയർഡ് സുബേദാർ മേജർ ആൻഡ് ഹോണററി ലഫ്റ്റനൻറ്റ് മോഹൻദാസ് എന്നിവർ പറഞ്ഞു. ഇന്ന് 11 പേരാണ് ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷനായി അവരുടെ ബേസിക് ട്രെയിനിങ്ങിന് പോകുന്നത്. പിനാക്കിൾ അക്കാദമിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ, യങ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ അവർക്ക് എങ്ങനെയാണ് ഈ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സസിലേക്ക് എത്തിപ്പെടുക എന്നുള്ള ഒരു കാര്യം അറിയില്ല. അതിൻ്റെ ഒരു അവയർനെസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും തുടരും. അതുകൊണ്ട് ഇതിന് താല്പര്യമുള്ള ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റായിട്ടുള്ള കുട്ടികളുടെ പാരൻസും അവരും ഈ ഒരു മേഖലയിലുള്ള രാജ്യസേവനം ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മളുമായി ബന്ധപ്പെടാം. അവർക്ക് വേണ്ട കറക്റ്റ് ട്രെയിനിങ്ങും ഫിസിക്കലും അക്കാഡമിക്കും അതേമാതിരി തന്നെ മോട്ടിവേഷണൽ ക്ലാസ്സസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നിവയൊക്കെയുള്ള ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ വിക്ടറി ഡേ സെറിമണിയാണ് ആഘോഷിച്ചത്. 13 കുട്ടികളായിരുന്നു ആർമിയുടെ റിട്ടേൺ ഫിസിക്കൽ മെഡിക്കൽ എക്സാമുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ 11 പേരും പാസ്സായിട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോൾ സെലക്ഷൻ ആയിട്ടുണ്ട്. അവരുടെ ഒരു വിജയാഘോഷമായിരുന്നു നമ്മൾ ഇന്നിവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആർമിയിൽ ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ, ക്ലർക്ക് വിഭാഗങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ സെലക്ഷൻ നേടിയിട്ടുള്ളത്.